And our goal is not in hand. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്, യൂണിറ്റ് 4. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ്, അതിൻ്റെ റൂൾസ്, പിന്നെ ആക്സെപ്റ്റൻസ് ഓഫ് ഡെലിവറി ബൈ ദ ബയർ, പിന്നെ പഠിക്കാനുള്ളത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബയർ. ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പം നമ്മൾ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പം അതിൽ രണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പെർഫോമൻസ് വരണം അല്ലേ. സെല്ലറിൻ്റെ പാർട്ടുന്നുണ്ട്, ബയറിൻ്റെ പാർട്ടുന്നുണ്ട്. സെല്ലറിൻ്റെ പാർട്ടിൽ നിന്ന് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സെല്ലർ ആ ഗുഡ്സ് ബയറിന് ഡെലിവർ ചെയ്യണം. ഇനി ബയറിൻ്റെ പാർട്ടിലാണെങ്കിൽ ആ ഗുഡ്സ് ബയർ ആക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞ നമ്മൾ പാർട്ട് ഉണ്ടല്ലോ, ഡെലിവറി ഓഫ് ഗുഡ്സ്, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് 3 തരത്തിൽ വരാം. ആക്ച്വൽ ഡെലിവറി, സിംബോളിക് ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെന്റ്. ഇപ്പോൾ ഒന്നാമത്തെ ആക്ച്വൽ ഡെലിവറി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. ഗുഡ്സ് നോർമലി സെല്ലർ ബയറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്, അല്ലെങ്കിൽ സെല്ലർ ആവണമെന്നില്ല, സെല്ലറിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജന്റ് ആണ്, ഏജന്റ് അത് ഹാൻഡ് ഓവർ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ആക്ച്വൽ ഡെലിവറി എന്ന് പറയാം. രണ്ടാമത് സിംബോളിക് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ അല്ല കൊടുക്കുന്നത്, പക്ഷെ പൊസഷൻ കൊടുക്കുന്നത് പോലത്തെ എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഒരു ഗുഡ്സിന്റെ ടൈറ്റിൽ, അതിന്റെ ഓണർഷിപ്പ് അങ്ങ് കൊടുക്കുവാണ്. ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊസഷൻ കിട്ടിയത് പോലെ തന്നെയാണ് അല്ലെ, സാധനം നമുക്ക് അതിന്റെ ഓണറായി. അപ്പൊ അതൊരു സിംബോളിക് ഡെലിവറിയാണ്. ആക്ച്വലി ഡെലിവറി നടന്നില്ല, പക്ഷെ സിംബോളിക്കലി അയാൾക്ക് കിട്ടിയത് പോലെ ആയി. ഇനി കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ അയാളുടെ കയ്യിൽ, സെല്ലറിന്റെ കയ്യിലല്ല സാധനം ഇരിക്കുന്നത്, വേറൊരു പേഴ്സന്റെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത്. അപ്പൊ അയാള് പറയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ABC എന്ന് പറഞ്ഞ 3 ആൾക്കാർ, A ആണ് സെല്ലർ, ബിയുടെ കയ്യിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്, സി ആണത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ബിയുടെ കയ്യിലെ ഗുഡ്സ് ഇരിപ്പുണ്ട്, ബി പറയാണ് ഞാൻ എക്ക് വേണ്ടി ഈ സാധനം ഇവിടെ വെച്ചിരിക്കുവാണ്. സെല്ലറാണല്ലോ എക്ക് വേണ്ടി ഞാൻ ഈ സാധനം എൻ്റെ കയ്യിൽ വെക്കുവാണെന്ന് പറയാണ്. സെയിൽ നടന്നു കഴിഞ്ഞതിന് ശേഷം ബി പറയാണ് ഞാൻ സിക്ക് വേണ്ടി ഈ സാധനം എൻ്റെ കയ്യിൽ വെക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ തന്നെ സാധനം ഇരിക്കുന്ന, ഡെലിവറി ഒന്നും നടന്നില്ല, പക്ഷെ അയാൾ അത് ആ ഗുഡ്സ് എക്നോളജ് ചെയ്യാണ്, ഇത് ഇയാൾക്ക് വേണ്ടിയാണ് ഞാൻ വെക്കുന്നത് എന്ന് എക്നോളജ് ചെയ്യാണ്. ഇതാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് 3 ഡെലിവറീസ് വരുന്നത്: ആക്ച്വൽ ഡെലിവറി, സിംബോളിക് ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓർ ഡെലിവറി ബൈ അറ്റോൺമെന്റ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം റൂൾസ് ആസ് ടു ഡെലിവറി ഓഫ് ഗുഡ്സ്. ഡെലിവറി ഓഫ് ഗുഡ്സിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ മോഡ് ഓഫ് ഡെലിവറി. മോഡ് ഓഫ് ഡെലിവറി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. മോഡ് ഓഫ് ഡെലിവറി ആക്ച്വൽ ആവാം, സിംബോളിക് ആവാം, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആവാം. അപ്പൊ എന്തായി കഴിഞ്ഞാലും ആ പൊസഷൻ ബയറിന്റെ കയ്യിലെത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ, അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം ഡെലിവറി എന്ന് പറയുന്നത്, മോഡ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി. ഇനി പാർട്ട് ഡെലിവറി വരുവാണെങ്കിൽ അത് ഫുൾ ഡെലിവറിയുടെ സെയിം എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ഹോൾ ഡെലിവറി എങ്ങനെയാണ് വരുന്നത് അതിന്റെ സെയിം എഫക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി. എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പറയുന്നത് ബയറിന്റെ ഡ്യൂട്ടിയാണ് ബയർ അത് ഡെലിവറിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, ആസ്ക് ചെയ്യാം. അപ്പം അത് ഇപ്പം ബയർ അത് ചോദിച്ചില്ലെങ്കിൽ, ഫെയിൽ ടു അപ്ലൈ ആണെങ്കിൽ അവിടെ നമുക്ക് സെല്ലറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ബയറിന്റെ ഡ്യൂട്ടിയാണ് ബയർ ഷുഡ് അപ്ലൈ ഫോർ ദ ഡെലിവറി. നെക്സ്റ്റ് പ്ലേസ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് ഡെലിവറി നോർമലി പറയുന്നത് ഒരു സ്പെസിഫൈഡ് പ്ലേസിൽ നമ്മൾ ഡെലിവർ ചെയ്യണം, അതും ബിസിനസ് അവേഴ്സിലായിരിക്കണം, വർക്കിംഗ് ഡേയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കേസിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം, കുറച്ച് റൂൾസ് പറയാം. സെയിലിൻ്റെ കേസിലാണെങ്കിൽ ആ ടൈം ഓഫ് സെയിലിലെ ഗുഡ്സ് എവിടെ ഇരിക്കുന്നത് അതാണ് നമ്മൾ പ്ലേസ് ഓഫ് ഡെലിവറി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ എഗ്രിമെന്റ് ടു സെല്ലാണെങ്കിലും ആ എഗ്രിമെന്റ് ടു സെല്ല് നടക്കുന്ന സമയത്ത് എവിടെയാണോ ഗുഡ്സ് നമ്മൾ സെയിൽ ഇരിക്കുന്നത് ആ പ്ലേസിനാണ് നമ്മൾ പ്ലേസ് ഓഫ് സെൽ എന്ന് പറയുന്നത്, അല്ലെ പ്ലേസ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് എക്സിസ്റ്റൻസിൽ ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെ എഗ്രിമെന്റ് ടു സെല്ല് നടത്താം, അല്ലെ ഫ്യൂച്ചർ ഗുഡ്സിന്റെ കേസിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഡെലിവർ ചെയ്യേണ്ടത് at a place where they are manufactured or produced ആണ്. അതാണ് പ്ലേസ് ഓഫ് ഡെലിവറിയുടെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് ടൈം ഓഫ് ഡെലിവറി. ടൈം ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം ഏതാണ് ടൈം, ഡെലിവറി ടൈം സ്പെസിഫൈ ചെയ്തിരിക്കണം. അതിനെ അങ്ങനെ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡെലിവറി ചെയ്യേണ്ടത് ഒരു റീസണബിൾ ടൈമിനിടയിലായിരിക്കണം. അപ്പം ഇപ്പം നമ്മൾ 5 റൂൾസ് പഠിച്ചു, ബാക്കിയും കൂടി നോക്കാം.
ഇനി നെക്സ്റ്റ് റൂള് നമ്മൾ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടിയുടെ പൊസഷനിലുള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്നോളജി ചെയ്യണം അല്ലേ, ആ ഗുഡ്സ് മറ്റേ ആണെന്ന് എക്നോളജി ചെയ്യണം. ഇനി ടൈറ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്നോളജി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ എന്നുവെച്ചാൽ ആരാണ് തേർഡ് പേഴ്സണിൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്, ആ പേഴ്സൻ്റെ എക്നോളജ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് എക്സ്പെൻസസ് ഓഫ് ഡെലിവറിയുടെ എക്സ്പെൻസസ് വരുവാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യേണ്ടത് ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാവാനുള്ള എക്സ്പെൻസസ് സെല്ലറും റിസീവ് ചെയ്യാനുള്ള എക്സ്പെൻസസ് ബയറും ആണ് പേ ചെയ്യേണ്ടത്. അൺലെസ് ദർ ഇസ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി എന്ന് വെച്ചാൽ അതല്ല എന്നുള്ള ഒരു എഗ്രിമെൻ്റ് അവർ തമ്മിൽ ഇല്ലാത്തിടത്തോളം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റി വരുവാണെങ്കിൽ ബയറിന് വേണമെങ്കിൽ ആ റോങ് ക്വാണ്ടിറ്റി ആക്സെപ്റ്റ് ചെയ്യാം, ഇപ്പോൾ റോങ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതലാണ് എന്ന് വെച്ചാൽ അയാൾ ഓർഡർ ചെയ്താലും കൂടുതലാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റും കൂടി നമ്മൾ ബയർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് ഇല്ലാത്തിടത്തോളം ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ബയർ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ആണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. നെക്സ്റ്റ് ഡെലിവറി ടു കാരിയർ ഓർ വാർഫിംഗേഴ്സ് എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യാണ്. അപ്പോൾ ഇത് കാരിയർ ത്രൂ അല്ലെങ്കിൽ ഒരു ഷിപ്പ് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കരിയറിലേക്ക് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെലിവർ ആയതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ബയറിന് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ആ കരിയർ ആരാണോ അവരുടെ കയ്യിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡെലിവറി ഓഫ് ഗുഡ്സിൻ്റെ റൂൾസ് പറയുന്നത്. 10 റൂൾസ് ആണുള്ളത്. അപ്പോൾ 10 റൂൾസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെലിവറി ബൈ ദ ബയർ. അതിൽ വരുന്ന കുറച്ച് റൂൾസ് ആണ്. ഒന്നാമത്തെ ബയേഴ്സ് റൈറ്റ് ടു എക്സാമിൻ ദ ഗുഡ്സ്. ബയർ ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബയറിന് റീസണബിൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കണം ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർഡർ ചെയ്ത അതേ ഇതിലുള്ള ഗുഡ്സ് ആണോ വന്നിരിക്കുന്നത് എന്ന് എക്സാം ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ റീസണബിൾ ടൈം കിട്ടിയിരിക്കണം. നെക്സ്റ്റ് ആക്സെപ്റ്റൻസ് ഓഫ് ഗുഡ്സ് ബൈ ദ ബയർ. ഇനി ബയർ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ എപ്പോഴാണ് ഡീം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഹി ഇൻറ്റിമേറ്റ്സ് ദ സെല്ലർ ദാറ്റ് ഹി ഹാസ് ആക്സെപ്റ്റഡ് ദ ഗുഡ്സ്. അയാൾ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് സെല്ലറിനെ അറിയിക്കണം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഹി ഡസ് എനി ആക്ട് ടു ഗുഡ്സ് വിച്ച് ഈസ് ഇൻകൺസിസ്റ്റൻസ് വിത്ത് ദ ഓണർഷിപ്പ് ഓഫ് ദ സെല്ലർ. അപ്പോൾ ആ സെല്ലറിന് ഓണർഷിപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തു, അത് നമ്മൾ വേറൊരാൾക്ക് സെയിൽ ചെയ്യണം. വേറൊരാൾക്ക് സെയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ സെല്ലറിനല്ലല്ലോ, വാങ്ങിച്ച ബയറിനാണ് ആ റൈറ്റ് എന്നുള്ള രീതിയിലാണ് അത് അയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ അതും ആക്സെപ്റ്റൻസ് ആയിട്ട് അസ്യൂം ചെയ്യും. നെക്സ്റ്റ് ഹി ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ് ടു ദ സെല്ലർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് റീസണബിൾ ടൈം. ഒരു റീസണബിൾ ടൈമിനിടയിൽ ആ ഗുഡ്സ് അയാൾ റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പോൾ അയാൾ ആക്സെപ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. നെക്സ്റ്റ് ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ ഗുഡ്സ്. നെക്സ്റ്റ് പറയുന്നത് ബയറിന് വേണമെങ്കിൽ ഗുഡ്സ് റിജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ബയർ ഗുഡ്സ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം എന്ന് നിർബന്ധമില്ല. റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ സെല്ലറിൻ്റെ കയ്യിലേക്ക് കൊണ്ട് എത്തിക്കേണ്ട ആവശ്യം ബയറിനില്ല. ബയറിന് അത് റിട്ടേൺ ചെയ്യാമെന്ന് വെച്ചാൽ അത് റിജക്റ്റ് ചെയ്തു എന്നുള്ള ഇൻറ്റിമേഷൻ മാത്രം സെല്ലറിന് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ മതി. ബാക്കി ആ എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ആ സാധനം തിരിച്ചെടുക്കേണ്ട എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെല്ലറിൻ്റെ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ബയേഴ്സ് ലാബിലിറ്റി ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇനിയിപ്പം സെല്ലർ ഗുഡ്സ് അയച്ചു അല്ലെങ്കിൽ സെല്ലർ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ബയർ പറഞ്ഞു, എന്നിട്ട് സെല്ലർ അത് ഡെലിവർ ചെയ്തു, പക്ഷെ ബയർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ ബയറിന് ലാബിലിറ്റി വരും. അപ്പോൾ ആ ലാബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എനി ലോസ് അറൈസിങ് ഫ്രം ബയേഴ്സ് നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസൽ ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു ലോസ് വരുവാണ്, ഇയാളത് നെഗ്ലക്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവർ എടുത്തില്ല, റെഫ്യൂസ് ചെയ്യണം, അങ്ങനത്തെ കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ലോസ് വരുവാണെങ്കിൽ അത് ബയർ മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ലാബിലിറ്റി ബയറിന് വരും. നെക്സ്റ്റ് റീസണബിൾ എക്സ്പെൻസ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ഗുഡ്സ് ഡെലിവർ ചെയ്തു, പക്ഷേ അയാൾ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നമ്മളെ കെയറും കസ്റ്റഡി അത് എവിടെയെങ്കിലും ഒന്ന് വെക്കണം അല്ലേ, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അപ്പം അതിന് വേണ്ട എക്സ്പെൻസസ് എന്തൊക്കെയാണ്, അതും ബയർ തന്നെ ലാബിൾ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക്. ഇത് എപ്പോഴാന്ന് പറഞ്ഞാൽ ബയർ അങ്ങോട്ട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു ഡെലിവറിക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് സെല്ലർ ഡെലിവർ ചെയ്തു, അതിനുശേഷം ബയർ അത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ സിറ്റുവേഷൻസ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബയർ ആണ്. അതിൽ ഫസ്റ്റ് വൺ റൈറ്റ്സ് ഓഫ് ദ ബയർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു ഹാവ് ഡെലിവറി ആസ് പെർ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡെലിവർ റിസീവ് ചെയ്യാന്നുള്ളത് ബയറിൻ്റെ റൈറ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു റിജക്ട് ദ ഗുഡ്സ്. ഇനി എന്തെങ്കിലും സിറ്റുവേഷനിൽ
വേണമെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി സ്മോളർ ക്വാണ്ടിറ്റി ലാർജർ ക്വാണ്ടിറ്റി എന്തെങ്കിലും വരുവാണെങ്കിൽ ബയറിന് ഗുഡ്സ് റിജക്റ്റ് ചെയ്യാം. അത് മുഴുവനായിട്ട് റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത ക്വാണ്ടിറ്റി മാത്രം ആക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഇനി റൈറ്റ് ടു റെപ്യൂഡിയേറ്റ്. ഇപ്പോൾ റൈറ്റ് ടു റെപ്യൂഡിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊന്നും നമ്മൾ എഗ്രി ചെയ്തില്ല, എന്നിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരുവാണെങ്കിൽ അയാൾക്ക് ഗുഡ്സ് റെപ്യൂഡിയേറ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു നോട്ടീസ് ഓഫ് ഇൻഷുറൻസ്. അങ്ങനെ ഒരു ബയറിനൊരു സി റൂട്ടിലേക്ക് കൊടുക്കണം അങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ദ ബയർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഫോം ബൈ ദ സെല്ലർ സോ ദാറ്റ് ഹി മേ ഗെറ്റ് ദ ഗുഡ്സ് ഇൻഷുർഡ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കാതെ അവരങ്ങനെ അയക്കുവാണെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു ലോസ് ഉണ്ടാവാനുള്ള ചാൻസുള്ള വഴിയിൽ കൂടി അയക്കുവാണെങ്കിൽ അത് ഇൻഷുറൻസ് എടുക്കാനുള്ള റൈറ്റ് നമ്മുടെ ബയറിന് ഇരിക്കുന്നുണ്ട്. ടു റൈറ്റ് ടു എക്സാമിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, എക്സാമിൻ ചെയ്യാൻ ഗുഡ്സ് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ മുന്നേ എക്സാമിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് എക്സാമിൻ ചെയ്ത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും 5 റൈറ്റ്സ് ആണ്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ഇനി 6th വൺ പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് സെല്ലർ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇനിയിപ്പോൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ബ്രീച്ച് വരുവാണെങ്കിൽ സെല്ലറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബയറിന് വരുന്ന കുറച്ച് റൈറ്റ്സ് ആണ്. ഒന്നാമത് സ്യൂട്ട് ഫോർ ഡാമേജസ്. ഇപ്പോൾ ഡാമേജസ് എന്ന് പറയുമ്പം സെല്ലർ മനഃപൂർവ്വം നമ്മൾ ഗുഡ്സ് ഡെലിവർ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗ്ലക്റ്റ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ബയറിന് ഡാമേജസിന് വേണ്ടി ക്ലെയിം ചെയ്യാം. ഈ നോൺ ഡെലിവറി ഉണ്ടായ ഡാമേജസിന് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് സ്യൂട്ട് ഫോർ പ്രൈസ്. അതിന് പൈസ കൊടുത്തു സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് കേസ് ഫയൽ ചെയ്യാം. നെക്സ്റ്റ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. എന്തെങ്കിലും സ്പെസിഫിക് പെർഫോമൻസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. നമ്മൾ വാറണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ വാറണ്ടിയിൽ എന്തെങ്കിലും ബ്രീച്ച് വരുവാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് എന്താ റെമഡി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേടാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്ട് ബിഫോർ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുന്നേ കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ആവുകയാണ്, സെല്ലർ റെപ്യൂഡിയേറ്റ് ചെയ്യുവാണെങ്കിൽ ബയറിന് അത് ഇഗ്നോർ ചെയ്തിട്ട് ആ കോൺട്രാക്ട് ഉള്ളതായിട്ട് തന്നെ വിചാരിച്ചിട്ട് ഡെലിവറി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ കോൺട്രാക്ട് അയാൾ റെപ്യൂഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാനെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും റീഫണ്ടിൻ്റെ കേസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കൊടുത്ത ഡേറ്റ് മുതൽ നമുക്ക് റീഫണ്ട് കിട്ടുന്ന ഡേറ്റ് വരെയുള്ള ആ പൈസയുടെ മേലെ ഇൻട്രസ്റ്റും കൂടി ചോദിക്കാനുള്ള റൈറ്റ് ബയറിനുണ്ട്. അപ്പോൾ ഇത്രയാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്. 6 റൈറ്റ്സ് ആണ് മെയിൻലി വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ബയറിൻ്റെ ഡ്യൂട്ടീസ് നോക്കാം. അതിലൊന്നാമത്തെ ഡ്യൂട്ടി ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ് ആൻഡ് പേ ഫോർ ദം ഇൻ എക്സ്ചേഞ്ച് ഓഫ് പൊസഷൻ കിട്ടുവാണെങ്കിൽ അതിന് പകരമായിട്ട് ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്യണം. നെക്സ്റ്റ് ഡ്യൂട്ടി ടു അപ്ലൈ ഫോർ ഡെലിവറി. ഇപ്പം അങ്ങനെയൊന്നും കോൺട്രഡി ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ബയർ അപ്ലൈ ചെയ്താൽ മാത്രമേ സെല്ലർ ആ ഗുഡ്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ഡെലിവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഡ്യൂട്ടി ടു ഡിമാൻഡ് ഡെലിവറി അറ്റ് എ റീസണബിൾ അവർ. ഒരു റീസണബിൾ അവറിൽ ഡെലിവറി ഡിമാൻഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അയാൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലായിരിക്കണം, അത് റീസണബിൾ ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കണം. നെക്സ്റ്റ് ഡ്യൂട്ടി ടു ആക്സെപ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ബയറിനുണ്ട്. നെക്സ്റ്റ് ഡ്യൂട്ടി ടു ടേക്ക് റിസ്ക് ഓഫ് ഡിറ്ററേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്. ഇനിയിപ്പം നോർമൽ സെയിലുള്ള സ്ഥലമല്ലാതെ വേറെ സ്ഥലത്തേക്ക് സെല്ലർ ഡെലിവർ ചെയ്യുവാണെങ്കിൽ ആ കോഴ്സ് ഓഫ് ട്രാൻസിറ്റിൽ വരുന്ന എന്തെങ്കിലും ഡിറ്ററേഷൻ വരുവാണെങ്കിൽ അതിൻ്റെ റിസ്ക് നമ്മുടെ ബയർ എടുത്തിരിക്കണം. അപ്പോൾ അത് ബയറിൻ്റെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി ടു ഇൻറ്റിമേറ്റ് ദ സെല്ലർ വെയർ ഹി റിജക്ട്സ് ദ ഗുഡ്സ്. ഇനി ഗുഡ്സ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മുടെ സെല്ലറിനെ അറിയിക്കണം. തിരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല, തിരിച്ചവിടെ എത്തിക്കണം എന്നൊന്നുമില്ല, പക്ഷെ ഞാൻ റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം സെല്ലറിനെ അറിയിക്കാം. ഡ്യൂട്ടി ടു ടേക്ക് ഡെലിവറി. ഇനി ആ ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അത് റീസണബിൾ ടൈമിനുള്ളിൽ അത് ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അങ്ങനെ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും ലോസ് വരുവാണെങ്കിൽ അതിനുള്ള ലയബിലിറ്റി നമ്മുടെ ബയറിന് വരും. അതുകൊണ്ട് അത് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തിരിക്കണം, ടേക്ക് ചെയ്തിരിക്കണം. ഡ്യൂട്ടി ടു പേ പ്രൈസ്. അതേപോലെ തന്നെ ഗുഡ്സിൻ്റെ പ്രൈസ് എങ്ങനെയാണോ കോൺട്രാക്റ്റ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ആ പേയ്മെൻറ്റ് പേ ചെയ്യാന്നുള്ള ഡ്യൂട്ടി ഉണ്ട്. നെക്സ്റ്റ് ഡ്യൂട്ടി ടു പേ ഡാമേജസ് ഫോർ നോൺ ആക്സെപ്റ്റൻസ്. ഇനി ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നിട്ട് എന്തെങ്കിലും ഡാമേജസ് വരുവാണെങ്കിൽ ആ ഡാമേജസ് പേ ചെയ്യേണ്ട ഡ്യൂട്ടിയും ബയറിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബയറിൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്
പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ്. അതിൽ നമ്മൾ ഡെലിവറി, മോഡ്സ് ഓഫ് ഡെലിവറി എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് റൂൾസ് ഫോർ ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. ഇങ്ങനെ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന അതിൻ്റെ കുറച്ച് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബയർ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് റൂൾസ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബയർ, അതിലെ റൈറ്റ്സ് ഓഫ് ബയർ പഠിച്ചു, ഡ്യൂട്ടീസ് ഓഫ് ബയർ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.